അധ്യായം 51. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ബാബേലിന്റെ നേരെയും എന്റെ എതിരാളികളുടെ ഹൃദയത്തിന്റെ നേരെയും സംഹാരകന്റെ മനസ്സ് ഉണർത്തും. പാറ്റുന്നവരെ ഞാൻ ബാബേലിലേക്ക് അയക്കും. അവർ അതിനെ പാറ്റി ദേശത്തെ ശൂന്യമാക്കും. അനർത്ഥ ദിവസത്തിൽ അവർ അതിനെ നാലുപുറവും വളയും. വില്ലാളി വില്ല് കുലയ്ക്കാതിരിക്കട്ടെ, അവൻ കവചം ധരിച്ച് നിവർന്ന് നിൽക്കാതിരിക്കട്ടെ. അതിലെ യൗവനക്കാരെ ആദരിക്കാതെ സർവ്വസൈന്യത്തെയും നിർമൂലമാക്കിക്കളവിൻ. അങ്ങനെ കൽദയരുടെ ദേശത്ത് നിഹതന്മാരും അതിന്റെ വീഥികളിൽ കുത്തിത്തുളയ്ക്കപ്പെട്ടവരും വീഴും. ഇസ്രായേലിന്റെയും യഹൂദായുടെയും ദേശങ്ങൾ ഇസ്രായേലിന്റെ പരിശുദ്ധനോട് അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ അവയുടെ ദൈവം അവയെ വിധവമാരായി വിട്ടിട്ടില്ല. ബാബേലിന്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താന്താന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അതിന്റെ അകൃത്യത്തിൽ നശിച്ചു പോകരുത്. ഇത് യഹോവയുടെ പ്രതികാരകാലമല്ലോ. അതിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവൻ അതിനോട് പകരം ചെയ്യും. ബാബേൽ യഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രമായിരുന്നു. ജാതികൾ അതിനെ വീഞ്ഞു കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ച് പെട്ടെന്ന് ബാബേൽ വീണ് തകർന്നുപോയി. അതിനെക്കുറിച്ച് മുറയിടുവിൻ. അതിന്റെ വേദനയ്ക്ക് തൈലം കൊണ്ടുവരുവിൻ. പക്ഷെ അതിന് സൗഖ്യം വരും. ഞങ്ങൾ ബാബേലിന് ചികിത്സ ചെയ്തു, എങ്കിലും സൗഖ്യം വന്നില്ല. അതിനെ ഉപേക്ഷിച്ചു കളവിൻ. നാം ഓരോരുത്തനും നമ്മുടെ സ്വദേശത്തേക്ക് പോകാം. അതിന്റെ ശിക്ഷാവിധി സ്വർഗത്തോളം എത്തി ആകാശത്തോളം പൊങ്ങിയിരിക്കുന്നു. യഹോവ നമ്മുടെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു. വരുവിൻ, നമ്മുടെ ദൈവമായ യഹോവയുടെ പ്രവൃത്തിയെ സിയോനിൽ പ്രസ്താവിക്കുക. അമ്പ് മിനുക്കുവിൻ, പരിച ധരിപ്പിൻ. യഹോവ മേദ്യ രാജാക്കന്മാരുടെ മനസ്സ് ഉണർത്തിയിരിക്കുന്നു. ബാബേലിനെ നശിപ്പിപ്പാൻ തക്കവണ്ണം അവന്റെ നിരൂപണം അതിന് വിരോധമായിരിക്കുന്നു. ഇത് യഹോവയുടെ പ്രതികാരം, തന്റെ മന്ദിരത്തിനു വേണ്ടിയുള്ള പ്രതികാരം തന്നെ. ബാബേലിന്റെ മതിലുകൾക്ക് നേരെ കൊടി ഉയർത്തുവിൻ. കാവൽ ഉറപ്പിപ്പിൻ. കാവൽക്കാരെ നിർത്തുവിൻ. പതിയിരിപ്പുകാരെ ഒരുക്കുവിൻ. യഹോവ ബാബേൽ നിവാസികളെക്കുറിച്ച് അരുളി ചെയ്തത് നിർണയിച്ചും അനുഷ്ഠിച്ചുമിരിക്കുന്നു. വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവളായി വളരെ നിക്ഷേപങ്ങൾ ഉള്ളവളെ, നിന്റെ അവസാനം നിന്നെ ഛേദിച്ച് കളവാനുള്ള അവധി വന്നിരിക്കുന്നു. ഞാൻ നിശ്ചയമായിട്ടുള്ള വിട്ടിലുകളെ കൊണ്ടെന്ന പോലെ മനുഷ്യരെക്കൊണ്ട് നിന്നെ നിറയ്ക്കും. അവർ നിന്റെ നേരെ ആർപ്പിടും എന്ന് സൈന്യങ്ങളുടെ യഹോവ തന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു. തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു. തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. അവൻ തന്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിന്റെ മുഴക്കമുണ്ടാകുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു. തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജ്ജിച്ചു പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ ബിംബം വ്യാജമത്രേ. അവയിൽ ശ്വാസവുമില്ല. അവ മായയും വ്യർത്ഥ പ്രവൃത്തിയും തന്നെ. സന്ദർശനകാലത്ത് അവ നശിച്ചുപോകും. യാക്കോബിന്റെ ഓഹരിയായവൻ ഇവയെപ്പോലെയല്ല. അവൻ സർവത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവന്റെ അവകാശഗോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. നീ എന്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു. ഞാൻ നിന്നെക്കൊണ്ട് ജാതികളെ തകർക്കുകയും നിന്നെക്കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. നിന്നെക്കൊണ്ട് ഞാൻ കുതിരയെയും അതിന്റെ പുറത്ത് കയറിയിരിക്കുന്നവനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ രഥത്തെയും അതിൽ ഇരിക്കുന്നവനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ പുരുഷനെയും സ്ത്രീയെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ വൃദ്ധനെയും ബാലനെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ യുവാവിനെയും യുവതിയെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ ഇടയനെയും ആട്ടിൻ കൂട്ടത്തെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ കൃഷിക്കാരനെയും അവന്റെ ഏർക്കാളയെയും തകർക്കും. നിന്നെക്കൊണ്ട് ഞാൻ ദേശാധിപതികളെയും സ്ഥാനാപതികളെയും തകർക്കും.
നിങ്ങൾ കാണുകെ ഞാൻ ബാബേലിനും സകല കൽദയ നിവാസികൾക്കും അവർ സിയോനിൽ ചെയ്തിരിക്കുന്ന സകല ദോഷത്തിനും തക്കവണ്ണം പകരം വീട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സകല ഭൂമിയെയും നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ മേൽ കൈനീട്ടി നിന്റെ പാറകളിൽ നിന്ന് ഉരുട്ടി ദഹന പർവ്വതമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നിൽ നിന്ന് അവർ മൂലക്കല്ലായിട്ടോ അടിസ്ഥാനക്കല്ലായിട്ടോ ഒരു കല്ലും എടുക്കാതെ വണ്ണം നീ നിത്യശൂന്യമായി ഭവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ദേശത്ത് ഒരു കൊടി ഉയർത്തുവിൻ, ജാതികളുടെ ഇടയിൽ കാഹളം ഊതുവിൻ, ജാതികളെ അതിന്റെ നേരെ സംസ്കരിപ്പിൻ. അരാരത്ത്, മിന്നി, അസ്കേനാസ് എന്നീ രാജ്യങ്ങളെ അതിന് വിരോധമായി വിളിച്ചു കൂട്ടുവിൻ. അതിനെതിരെ ഒരു സേനാപതിയെ നിയമിപ്പിൻ. പരിപരുത്ത വിട്ടിലികളെപ്പോലെ കുതിരകളെ പുറപ്പെടുമാറാക്കുവിൻ. മേദ്യരുടെ രാജാക്കന്മാരും ദേശാധിപതിമാരും സകല സ്ഥാനാപതിമാരും അവന്റെ ആധിപത്യത്തിൽ ഉൾപ്പെട്ട സകല ദേശക്കാരുമായ ജാതികളെ അതിന് വിരോധമായി സംസ്കരിപ്പിൻ. ബാബേൽ ദേശത്തെ നിവാസികളില്ലാതെ ശൂന്യമാക്കേണ്ടതിന് ബാബേലിനെക്കുറിച്ചുള്ള യഹോവയുടെ നിരൂപണങ്ങൾ നിവർത്തിയായി വരുന്നതുകൊണ്ട് ദേശം നടുങ്ങി സങ്കടപ്പെടുന്നു. ബാബേലിലെ വീരന്മാർ യുദ്ധം മതിയാക്കി കോട്ടകളിൽ ഇരിക്കുന്നു. അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. അവർ സ്ത്രീകളെപ്പോലെയായിരിക്കുന്നു. അതിലെ വീടുകൾക്ക് തീവച്ചു കളഞ്ഞു. അതിലെ ഓടാമ്പലുകൾ തകർന്നിരിക്കുന്നു. പട്ടണം നാലുപുറവും പിടിപെട്ടുപോയി. കടവുകൾ ശത്രുവശമായി. കളങ്ങൾ തീപിടിച്ച് ദഹിച്ചിരിക്കുന്നു. യോദ്ധാക്കൾ ഭയപരവശരായിരിക്കുന്നു എന്നിങ്ങനെ ബാബേൽ രാജാവിനോട് അറിയിക്കേണ്ടതിന് ഓട്ടാളൻ ഓട്ടാളനും ദൂതൻ ദൂതനുമെതിരെ ഓടുന്നു. ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേൽ പുത്രി മെതികാലത്തെ മെതിക്കളം പോലെയായിരിക്കുന്നു. ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് അതിന്റെ കൊയ്ത്തുകാലം വരും. ബാബേൽ രാജാവായ നെബൂക്കദ്നേസർ എന്നെ തിന്ന് മുടിച്ചു കളഞ്ഞു. അവൻ എന്നെ വെറും പാത്രമാക്കി. മഹാസർപ്പം എന്ന പോലെ അവൻ എന്നെ വിഴുങ്ങിക്കളഞ്ഞു. എന്റെ സ്വാദുഭോജ്യങ്ങളെക്കൊണ്ട് വയറ് നിറച്ചു. എന്നെ തള്ളിക്കളഞ്ഞു. ഞാൻ സഹിച്ച സാഹസവും ദേഹപീഠയും ബാബേലിന്മേൽ വരട്ടെ എന്ന് സിയോൻ നിവാസിനി പറയും. എന്റെ രക്തം കൽദയ നിവാസികളുടെ മേൽ വരട്ടെ എന്ന് യെരൂശലേം പറയും. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതാ, ഞാൻ നിന്റെ വ്യവഹാരം നടത്തി നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. അതിന്റെ കടൽ ഞാൻ ഉണക്കി അതിന്റെ ഉറവുകൾ വറ്റിച്ചു കളയും. ബാബേൽ നിവാസികൾ ഇല്ലാതെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവും വിസ്മയത്തിനും ചൂള കുത്തുന്നതിനും വിഷയവുമായി തീരും. അവരൊക്കെയും ബാലസിംഹങ്ങളെപ്പോലെ ഗർജിക്കും. അവർ സിംഹികളുടെ കുട്ടികളെപ്പോലെ മുരളും. അവർ ജയമത്തരായിരിക്കുമ്പോൾ ഉല്ലസിച്ച് ഉണരാതെ വണ്ണം നിത്യനിദ്ര കൊള്ളേണ്ടതിന് ഞാൻ അവർക്കൊരു പാനീയമൊരുക്കി അവരെ ലഹരി പിടിപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരെ കുഞ്ഞാടുകളെപ്പോലെയും മുട്ടാടുകളോടുകൂടി ആട്ടുകൊറ്റന്മാരെപ്പോലെയും കൊലനിലത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരും. അവൻ വിഴുങ്ങിയതിനെ അവന്റെ വായിൽ നിന്ന് പുറത്തിറക്കും. ജാതികൾ ഇനി അവന്റെ അടുക്കൽ ഓടിച്ചെല്ലുകയില്ല. ബാബേലിന്റെ മതിൽ വീണുപോകും. എന്റെ ജനമേ, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിൻ. യഹോവയുടെ ഉഗ്രകോപത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവിൻ. ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരു ആണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേയാണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസകൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. നിങ്ങൾ ഭയപ്പെടുകയും അരുത്. അതുകൊണ്ട് ഞാൻ ബാബേലിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരും. അന്ന് ദേശമെല്ലാം ലജ്ജിച്ചു പോകും. അതിലെ നിഹതന്മാരൊക്കെയും അതിന്റെ നടുവിൽ വീഴും. ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെയും ബാബേലിനെ ചൊല്ലി ഘോഷിച്ചുല്ലസിക്കും. വടക്കുനിന്ന് വിനാശകന്മാർ അതിലേക്ക് വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ നിഹതന്മാരെ, ബാബേൽ വീഴേണ്ടതാകുന്നു.
ബാബേലിനോടുകൂടെ സർവ്വദേശവും തന്നെ. വാളിന് ഒഴിഞ്ഞുപോയവരെ, നിൽക്കാതെ ചെല്ലുവിൻ. ദൂരത്തുനിന്ന് യഹോവയെ ഓർപ്പിൻ. യെരൂശലേം നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ. ഞങ്ങൾ നിന്ന കേട്ട് ലജ്ജിച്ചിരിക്കുന്നു. അന്യന്മാർ യഹോവയുടെ ആലയത്തിന്റെ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കയാൽ ലജ്ജ ഞങ്ങളുടെ മുഖം മൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് ദേശത്തെല്ലായിടവും നിഹതന്മാർ കിടന്ന് ഞരങ്ങും. ബാബേൽ ആകാശത്തോളം കയറിയാലും കോട്ട ഉയർത്തി ഉറപ്പിച്ചാലും ഞങ്ങൾ വിനാശകന്മാരെ അതിലേക്കയക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ബാബേലിൽ നിന്ന് നിലവിളിയും കൽദയദേശത്തു നിന്ന് മഹാനാശവും കേൾക്കുന്നു. യഹോവ ബാബേലിനെ നശിപ്പിച്ച് അതിൽ നിന്ന് മഹാഘോഷം ഇല്ലാതെയാക്കുന്നു. അവരുടെ തിരകൾ പെരുവെള്ളം പോലെ ഇരയ്ക്കുന്നു. അവരുടെ ആരവത്തിന്റെ മുഴക്കം കേൾക്കുന്നു. അതിന്റെ നേരെ, ബാബേലിന്റെ നേരെ തന്നെ വിനാശകൻ വന്നിരിക്കുന്നു. അതിലെ വീരന്മാർ പിടിപെട്ടിരിക്കുന്നു. അവരുടെ വില്ലെല്ലാം ഒടിഞ്ഞുപോയി. യഹോവ പ്രതികാരത്തിന്റെ ദൈവമാകുന്നു. അവൻ പകരം ചെയ്യും. ഞാൻ അതിലെ പ്രഭുക്കന്മാരെയും ജ്ഞാനികളെയും ദേശാധിപതിമാരെയും സ്ഥാനാപതികളെയും വീരന്മാരെയും മത്തുപിടിപ്പിക്കും. അവർ ഉണരാതെ വണ്ണം നിത്യനിദ്ര കൊള്ളും എന്ന് സൈന്യങ്ങളുടെ യഹോവ എന്ന് നാമമുള്ള രാജാവിന്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിന്റെ വിശാലമായ മതിലുകൾ അശേഷം ഇടിഞ്ഞുപോകും. അതിന്റെ ഉയർന്ന വാതിലുകൾ തീപിടിച്ച് വെന്തുപോകും. അങ്ങനെ വംശങ്ങളുടെ അധ്വാനം വ്യർത്ഥമായും ജാതികളുടെ പ്രയത്നം തീക്കിരയായും തീരുകയും അവർ ക്ഷീണിച്ചു പോകുകയും ചെയ്യും. യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ അവനോടുകൂടെ മഹസേയാവിന്റെ മകനായ നേര്യാവിന്റെ മകനായ സെരായാവ് പ്രയാണാധ്യക്ഷനായി ബാബേലിലേക്ക് പോകുമ്പോൾ യിരെമ്യാ പ്രവാചകൻ സെരായാവോട് കൽപ്പിച്ച വചനം: ബാബേലിന് വരുവാനിരിക്കുന്ന അനർത്ഥമൊക്കെയും ബാബേലിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സകല വചനങ്ങളും തന്നെ യിരെമ്യാവ് ഒരു പുസ്തകത്തിൽ എഴുതി യിരെമ്യാവ് സെരായാവിനോട് പറഞ്ഞത്: നീ ബാബേലിൽ എത്തിയ ശേഷം ഈ വചനങ്ങളൊക്കെയും നോക്കി വായിച്ചിട്ട്, യഹോവേ, ഈ സ്ഥലത്ത് മനുഷ്യനോ മൃഗമോ ഒന്നും ശേഷിക്കാതെ അത് ശാശ്വത ശൂന്യമായിരിക്കത്തക്കവണ്ണം നീ അതിനെ നശിപ്പിച്ചു കളയുമെന്ന് അതിനെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറയണം. പിന്നെ ഈ പുസ്തകം വായിച്ച ശേഷം നീ അതിനൊരു കല്ല് കെട്ടി ഫ്രാത്തിന്റെ നടുവിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ ബാബേൽ ആണ്ടുപോകും. ഞാൻ അതിന് വരുത്തുന്ന അനർത്ഥത്തിൽ നിന്ന് അത് പൊങ്ങിവരികയില്ല. അവർ ക്ഷയിച്ചു പോകും എന്ന് പറയണം. ഇത്രത്തോളം യിരെമ്യാവിന്റെ വചനങ്ങൾ.